Today we will start our new section, complex analysis. അപ്പോൾ നമ്മൾ വെക്റ്റർ കാൽക്കുലസിൻ്റെ അതുപോലെ തന്നെ വേറൊരു സെക്ഷനാണ് കോംപ്ലെക്സ് അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നുമില്ല. അപ്പോൾ അതിൽ നമ്മൾ ചാപ്റ്റർ 4 വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ചാപ്റ്റർ 4ലാണ് കോംപ്ലെക്സ് അനാലിസിസിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ചാപ്റ്റർ 4 കോംപ്ലെക്സ് നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഒരു കോംപ്ലെക്സ് നമ്പർ? നമ്മൾ +2 ഇതിൻ്റെ ജസ്റ്റ് ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി അതൊക്കെ നോക്കിക്കാണും. അപ്പോൾ കോംപ്ലെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കോംപ്ലെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ കോംപ്ലെക്സ് നമ്പർ z defined as a number of the form z equal to x plus iy, where x and y are real numbers and I is the imaginary unit. അപ്പോൾ ഒരു കോംപ്ലെക്സ് നമ്പർ z എന്ന് പറയുന്ന ഒരു കോംപ്ലെക്സ് നമ്പർ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ z-നെ x പ്ലസ് iy ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റണം. വേർ എക്സും വൈയും റിയൽ നമ്പേഴ്സും i എന്ന് പറയുന്നത് ഒരു ഇമാജിനറി യൂണിറ്റും ആയിരിക്കണം. പിന്നെ ഈ ഐയുടെ പ്രത്യേകത നമുക്കറിയാം. i എന്ന് പറഞ്ഞാൽ എന്താ? √(-1) ആണ് i എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ i എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഇമാജിനറി യൂണിറ്റ് എന്നാണ് പറയും. അപ്പൊ i² എടുത്താൽ എന്ത് കിട്ടും? -1 കിട്ടും. അപ്പൊ ഇതാണ് ഒരു കോംപ്ലെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ എക്സും വൈയും അതിനെ നമ്മൾ എന്താ വിളിക്കുക നോക്കാം. ഈ കോംപ്ലെക്സ് നമ്പറിന്റെ കേസിൽ എക്സും വൈയും എന്താന്ന് നോക്കാം. അപ്പൊ ദ റിയൽ നമ്പർ എക്സ് ഇൻ z equal to x plus iy is called the real part of z and the real number y is called the imaginary part of z. ഇത് റിയൽ പാർട്ടും എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ടും, കാരണം എക്സിന്റെ കൂടെ ഇമാജിനറി യൂണിറ്റ് ഇല്ല. ഇമാജിനറി യൂണിറ്റ് ഇല്ലാത്ത ആ പാർട്ടിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും പറയും. ഇമാജിനറി യൂണിറ്റ് ഉള്ള ആ പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഇമാജിനറി പാർട്ട് എന്ന് പറയും. അതിൽ വൈനെ മാത്രം നമ്മൾ ഇമാജിനറി പാർട്ട് എന്ന് പറയും. അപ്പൊ അതിനെ നമ്മൾ ഷോർട്ടായിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റിട്ടേൺ എക്സ് ഈക്വൽ ടു RE of z and y equal to IM of z. ഇങ്ങനെയാണ് നമ്മൾ ഇമാജിനറി z-നെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ റിയൽ z-നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ കോംപ്ലെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ബേസിക്സ് ഒക്കെ നോക്കാം. ഇതിനൊരു എക്സാമ്പിൾ കൂടെ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഒക്കെ പറയുന്നതിന് ഒരു എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിയൽ പാർട്ട് ഓഫ് റിയൽ പാർട്ട് ഓഫ് 4 - 3i കണ്ടുപിടിക്കണം. അപ്പം എന്താ പറഞ്ഞത്? ഇമാജിനറി യൂണിറ്റ് ഇല്ലാത്ത ആ പാർട്ടിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയുക. അത് ഏതാ ഇവിടെ? 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4. അതുപോലെ ഇമാജിനറി എന്തായിരിക്കും ഇതിന്റെ? ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് 4 - 3i. അപ്പോൾ ഈ ഐന്റെ കൂടെയുള്ള നമ്പർ, അപ്പൊ ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ -3 വരും. നമ്മൾ സാധാരണ z-നെ x പ്ലസ് iy എന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ പ്ലസ് ആക്കണല്ലോ. അപ്പൊ -3 എടുത്തു. അതാണ് നമ്മുടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്യുവർ ഇമാജിനറി നമ്പർ എന്താണ്. അപ്പൊ അത് പേരിൽ തന്നെ ഉണ്ട്. പ്യുവർ ആയിട്ട് ഇമാജിനറി ആയിട്ടുള്ള നമ്പേഴ്സിനെയാണ്. എന്ന് വെച്ചാൽ റിയൽ കോൺസ്റ്റന്റ് ഇല്ലാത്ത എ റിയൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് ഇമാജിനറി യൂണിറ്റ് ഈസ് കോൾഡ് പ്യുവർ ഇമാജിനറി നമ്പർ. എന്ന് വെച്ചാൽ ആ റിയൽ പാർട്ട് ഇല്ലാത്ത നമ്പറാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു റിയൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക. z equal to 9i. അപ്പൊ ഈ ഫോമിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പ്യുവർ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, റിയൽ പാർട്ട് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി പാർട്ട് 0 ആയിട്ടുള്ള കോംപ്ലെക്സ് നമ്പർ ആണ് റിയൽ നമ്പർ എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ അല്ലെ, ഈ z equal to 9, കോംപ്ലെക്സ് പാർട്ട് 0. ഇപ്പൊ 9 എന്ന് പറഞ്ഞ റിയൽ നമ്പറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? 9 + 0i.
അപ്പൊ ഓരോ റിയൽ നമ്പറിനെയും നമുക്ക് റിയൽ നമ്പറിനെ കോംപ്ലക്സ് നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അവിടെ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് റിയൽ നമ്പറിനെ എങ്ങനെയും പറയാം. ഇനി നമുക്ക് ഈ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കുറച്ച് ആൽജിബ്ര ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ആൽജിബ്ര പല ഓപ്പറേഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. രണ്ട് കോംപ്ലക്സ് നമ്പർ എപ്പോഴാണ് ഈക്വൽ ആണെന്ന് പറയാം. അതാണ് നോക്കാൻ പോകുന്നത്. Two complex numbers z1 equal to x1 plus iy1 and z2 equal to x2 plus iy2 are said to be equal if and only if their real parts are equal and their imaginary parts are equal. എന്ന് വെച്ചാല് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണ്, z1 z2 എന്ന് പറഞ്ഞ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ടുകൾ ഈക്വൽ ആവണം, അതുപോലെ ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആവണം. ദാറ്റ് ഈസ് z1 ഈക്വൽ ടു z2 if and only if real part of z1 equal to x1 which is equal to x2 which is equal to real part of z2 and imaginary part of z1 equal to y1 which is equal to y2 which is equal to imaginary part of z2. ഇങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് രണ്ടും ഈക്വൽ ആണെന്ന് പറയും. അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്, സെക്കൻഡ് പ്രോപ്പർട്ടി, സം ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പൊ ദ സം z1 പ്ലസ് z2 ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് z1 ഈക്വൽ ടു x1 പ്ലസ് iy1 ആൻഡ് z2 ഈക്വൽ ടു x2 പ്ലസ് iy2 is a complex number given by z1 plus z2 എന്ന് പറയുന്നതാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക അല്ലെ, x1 പ്ലസ് iy1 പ്ലസ് x2 പ്ലസ് iy2 വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, x1 പ്ലസ് x2 പ്ലസ് ഇമാജിനറി പാർട്ടിലെ i നമ്മൾ പുറത്തെടുത്തു, എന്നിട്ട് അതിന്റെ ആ റിയൽ നമ്പേഴ്സ് ആഡ് ചെയ്യുക, y1 പ്ലസ് y2. അപ്പൊ ഇതാണ് സം എന്ന് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാം. 3 മൈനസ് 2i പ്ലസ് 4 പ്ലസ് 3i. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെ ആഡ് ചെയ്യുക? ഫസ്റ്റ് രണ്ട് റിയൽ പാർട്ട് 3ഉം 4ഉം ആണ്, അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 4 പ്ലസ് 3 7. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ഇമാജിനറി പാർട്ട് പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ടിലെ നമ്പർ എത്രയാ? ഇവിടെ 3ഉം ഇവിടെ -2. അപ്പൊ 3 -2 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 7 പ്ലസ് i. 1 ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എഴുതേണ്ട കാര്യമില്ല, 7 പ്ലസ് i എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. ഇവിടെ -2 ആയതുകൊണ്ടാണ് കേട്ടോ, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 -2 എന്നാവുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ദ പ്രൊഡക്റ്റ് z1 z2 ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് z1 ഈക്വൽ ടു x1 പ്ലസ് iy1 ആൻഡ് z2 ഈക്വൽ ടു x2 പ്ലസ് iy2 ഈസ് എ കോംപ്ലക്സ് നമ്പർ ഗിവൺ ബൈ z1 z2 ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളത് ചെയ്ത് കാണിക്കാം. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം x1 x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അടുത്ത x1 iy2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ അടുത്ത iy1 x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, iy1 iy2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഈ 4 ഓപ്പറേഷൻസ് ഇവിടെ ചെയ്യണം. എന്നിട്ട് അതിനിടയിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം x1 x2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. x1 x2 പ്ലസ് x1 iy2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ i ഞാൻ ആദ്യം ഇട്ടു, x1 y2. അടുത്തത് iy1 x2 ആയിട്ട് മൾട്ടിപ്ലൈ, നമ്മൾ എക്സിന്റെ ടേം ഫസ്റ്റ് എഴുതാം, i x2 y1 പ്ലസ് ഇവിടെ i y1 ഇൻറ്റു iy2. അപ്പൊ എന്ത് വരും? i സ്ക്വയർ y1 y2 എന്ന് വരും. ഇനി നമുക്ക് ഈ i സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ് അല്ലെ. അപ്പൊ ഈ i സ്ക്വയറിന്റെ അവിടെ -1 ആണ്. അപ്പൊ ഇവിടെ -y1 y2 ആയി.
അപ്പൊ നമുക്ക് ഈ റിയൽ പാർട്ടുകളെല്ലാം എന്ത് ചെയ്യാം, ഒരുമിച്ച് കൊണ്ടുവരാം. എന്ന് വെച്ചാൽ x1 x2 മൈനസ് y1 y2 എഴുതി കൂടെ. ഇവിടുത്തെ -1 ആയി, സ്ക്വയർ -1 ആയതുകൊണ്ട് ഇതിന്റെ കൂടത്തിൽ വന്നു. പ്ലസ് ഇമാജിനറി പാർട്ട് ഉള്ളത് ഇതിൽ രണ്ടിലുമാണ്, അത് കോമൺ ആയിട്ട് എടുത്തു. ബാക്കിയുള്ളത് എന്താ, x1 y2 പ്ലസ് x2 y1. അപ്പൊ ഇങ്ങനെയാണ് Z1 Z2 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇനി ഇങ്ങനെ ജസ്റ്റ് റിസൾട്ട് ആയിട്ട് ഓർത്തിരുന്നാലായിട്ട് മതി. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു നമ്പർ പറയാം. നമ്മൾ നേരത്തെ എടുത്ത അതേ നമ്പർ എടുക്കാം. എക്സാമ്പിൾ 3 - 2i ഇൻറ്റു 4 + 3i. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം എന്ന് നിർബന്ധമില്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇക്വേഷൻ ഓർത്തിരുന്നാൽ എളുപ്പത്തിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ x1 x2 ആണ് ആദ്യം. 4 × 3 എത്രയാ, 12 മൈനസ് y1 y2 -2 × 3 എന്ത് വരും, -6 വരും, -6 പ്ലസ് i × x1 y2. x1 എന്ന് പറഞ്ഞാൽ 3, y2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3 × 3 9 പ്ലസ് x2 y1. x2 എന്ന് പറയുന്നത് ഇത് 4, y1 എന്ന് പറയുന്നത് -2. 4 × -2 എന്ന് പറയുമ്പോൾ -8. അപ്പൊ എന്ത് വരും ആൻസർ, 12 + 6 ആവും. അപ്പൊ നമുക്ക് 18 വരും. 18 + 9 - 8 1 അല്ലേ, അപ്പൊ 18 + i എന്ന് വരും. അപ്പൊ ഇക്വേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ ചെയ്തതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇമാജിനറി പാർട്ടുകൾ ഒരുമിച്ചെടുക്കുക, റിയൽ പാർട്ടുകൾ ഒരുമിച്ചെടുക്കുക, അങ്ങനെയും ചെയ്യാം. ഇനി അടുത്ത നമുക്ക് ഡിഫറൻസും കോഷ്യൻസും എന്താ നോക്കാം. കോഷ്യന്റും നാലാമത്തെ പ്രോപ്പർട്ടി ഇതാണ്, ഡിഫറൻസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. But the difference z1 minus z2 of two complex numbers z1 equal to x1 plus iy1 and z2 equal to x2 plus iy2 is a complex number given by z1 minus z2 which is equal to x1 plus iy1 minus x2 plus iy2. ഇവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് x1 x2 ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യും, പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2 ആണ്. ജസ്റ്റ് അഡീഷനും ഡിഫറൻസും ഒക്കെ ഏകദേശം ഒരുപോലെ വരും, നമുക്ക് ആ ഓപ്പറേഷൻ മാത്രം മാറുന്നുള്ളൂ ജസ്റ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നേരത്തെ അതേ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 3 - 2i മൈനസ് 4 + 3i. അപ്പൊ അതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് ഫസ്റ്റ് റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. 3 - 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, -1 കിട്ടും, പ്ലസ് i ഇൻറ്റു -2 - 3. -2 - 3 എന്ന് പറയുമ്പോൾ -5 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -1 -5i. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അടുത്ത നമുക്ക് കോഷ്യന്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്താന്ന് നോക്കാം. അപ്പൊ കോഷ്യന്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ കോഷ്യന്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് z1 equal to x1 plus iy1 and z2 equal to x2 plus iy2 denoted by z1 by z2 is a complex number set such that എന്ത് എഴുതാൻ പറ്റും, z എന്ന് പറയുന്നതാണ് ആ കോഷ്യന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ z2 ഇൻറ്റു z എന്ന് പറയുന്നത് z1 ആയിരിക്കണം എന്ന് വെച്ചാല് ദെൻ നമുക്ക് എങ്ങനെ എഴുതാം, z2 ഇൻറ്റു z എന്ന് പറയുന്നത് z1 ആണെങ്കിൽ നമുക്ക് അതിനെ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z2 എന്ന് പറയുന്നത് എന്താ, x2 പ്ലസ് iy2 ആണ്. നമ്മൾ z ആയിട്ട് x പ്ലസ് iy ആണ് എടുക്കുന്നത് എപ്പോഴും. അപ്പൊ ഇത് x പ്ലസ് iy തന്നെ എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു x1 പ്ലസ് iy1 കിട്ടും. നമ്മൾ ഈ കോഷ്യന്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. വിച്ച് ഇംപ്ലൈസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കണ്ടിരുന്നു. പ്രൊഡക്റ്റ് x2 x മൈനസ്
y2 y plus I into x2 ഇവിടെ എന്ത് വരും x2 y അല്ലേ പ്ലസ് y2 x ഇങ്ങനെയല്ലേ വരാം വിച്ച് ഈസ് ഈക്വൽ ടു x1 പ്ലസ് iy1 കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഇംപ്ലൈസ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇക്വേറ്റ് ചെയ്യാം. x2 x മൈനസ് y2 y എന്ന് പറയുന്നത് ഇവിടുത്തെ റിയൽ പാർട്ട് x1 ആയിട്ട് കിട്ടും. അതുപോലെ മൈനസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താ x2 y പ്ലസ് y2 x എന്ന് പറയുന്നത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് y1 ആയിട്ടും കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാ, എക്സും വൈയും സോൾവ് ചെയ്തെടുത്താൽ മതി. ഈ രണ്ട് ഇക്വേഷൻ ഇനി സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ആ ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് x2 x ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. x2 x എന്ന് പറഞ്ഞാൽ എന്ത് വരും, x1 പ്ലസ് y2 y ആണ്. ഇതിൽ നിന്ന് x എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. x ഈക്വൽ ടു x1 പ്ലസ് y2 y ബൈ x2 എന്ന് എഴുതാം. പിന്നെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇത് ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. അപ്പൊ ഇക്വേഷൻ 3 നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 ഇൻറ്റു എക്സിന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും, x2 y പ്ലസ് y2 എക്സിന് പകരം നമ്മൾ x1 പ്ലസ് y2 y ഡിവൈഡ് ബൈ x2 ഈക്വൽ ടു y1 കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ ടൈം ഇല്ല, ഇതിൽ നിന്ന് y മാത്രം, വൈന്റെ ടൈം മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് ഇതിൽ നിന്ന് y ആണ് നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ y കണ്ടുപിടിക്കാനായിട്ട് നമുക്കിപ്പോ വൈനെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് വരും, വിച്ച് ഇംപ്ലൈസ് x2 y പ്ലസ് y2 x1 പ്ലസ് y2 സ്ക്വയർ y ഡിവൈഡഡ് ബൈ x2 ഈക്വൽ ടു y1 എഴുതാം. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, x2 സ്ക്വയർ y പ്ലസ് ഇവിടെ വൈൻ്റെ ഒരു ടേം ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ കൂടത്തിൽ കൊണ്ടുവരാം. y2 സ്ക്വയർ y പ്ലസ് y2 x1 ഓൾ ഡിവൈഡഡ് ബൈ x2 ആണ്. അപ്പോൾ ഓൾ ഡിവൈഡഡ് ബൈ x2നെ നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടായാൽ എന്ത് വരും, ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ x2 y1 ആക്കി എഴുതാം അല്ലെ. പിന്നെ നമ്മൾ ഈ വൈന്റെ ടൈം ഇവിടെ വെച്ച് ബാക്കിയുള്ളതെല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, ഇതിൽ നമുക്ക് y കോമൺ ആയിട്ട് എടുക്കാം. y ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഈക്വൽ ടു x2 y1 മൈനസ് നമ്മൾ എക്സിന്റെ ടൈം ഫസ്റ്റ് എഴുതാൻ പോവാണേ, x1 y2 എന്ന് എഴുതി, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതിൽ നമുക്ക് y എന്ന് പറയുന്നത് എന്ത് കിട്ടും, y ഈക്വൽ ടു, ഞാൻ മേലെ എഴുതാം, therefore y ഈക്വൽ ടു x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതേ ഈ വൈന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ കിട്ടിയ വൈന്റെ വാല്യൂ അടുത്തൊരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സും കിട്ടും. അങ്ങനെ കിട്ടുന്ന എക്സ് ഞാനിപ്പോ പറയാം, നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ, നമുക്ക് തൊട്ട് മുന്നേ എക്സിന്റെ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു അല്ലെ. ആ മുന്നേ കിട്ടിയ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഈ വൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു x1 x2 പ്ലസ്
y1 y2 ബൈ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ. നമുക്ക് അവിടെ എന്തായിരുന്നു എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയ എക്സ് ഈക്വൽ ടു x1 പ്ലസ് y2 y ഡിവൈഡഡ് ബൈ x2 എന്നായിരുന്നു കിട്ടിയത് അല്ലേ. അപ്പൊ ഈ വാല്യൂ ഒന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. വൈന്റെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? x1 പ്ലസ് y2 ഇൻറ്റു x2 y1 മൈനസ് x1 y2 ഡിവൈഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇത് വൈന്റെ വാല്യൂ മാത്രം ഡിവൈഡഡ് ബൈ x2. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. നമ്മളിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ഇത് x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ആണ്. അതിന്റെ കൂട്ടത്തിൽ x1 x2 സ്ക്വയർ x2 സ്ക്വയർ പ്ലസ് x1 y2 സ്ക്വയർ പ്ലസ് x2 y1 y2 മൈനസ് x1 y2 സ്ക്വയർ. ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനുള്ളതൊക്കെ സബ്ട്രാക്ട് ചെയ്ത് പോകും. ഡിവൈഡ് ബൈ ഈ x2 ഇതിന്റെ കൂട്ടത്തിൽ വരും. x2 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് x1 y2 സ്ക്വയർ എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്ത് കളയാം അല്ലെ. ഇവിടെ x1 x2 സ്ക്വയർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ x1 y2 സ്ക്വയർ എന്ന് പറഞ്ഞത് സബ്ട്രാക്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് x1 x2 സ്ക്വയർ പ്ലസ് x2 y1 y2. ഇപ്പൊ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ളത് എന്താ? ഇപ്പൊ നമുക്കിനി അതിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ഇത്രയാണുള്ളത്. ഇനി ഇവിടെ നോക്കിയേ, x2 എന്ന് പറഞ്ഞാൽ ഇവിടെയും കോമൺ ആണ്. ആ x2 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x2 ഇൻറ്റു x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2 ഇൻറ്റു x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. അപ്പൊ x2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ എന്തോ മാറ്റമുണ്ട്. അവിടെ നമ്മൾ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ ആയത്. അപ്പൊ അത് തെറ്റാണ്. ഇതാണ് കേട്ടോ ആൻസർ. എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് x1 x2 പ്ലസ് y1 y2. അപ്പൊ therefore x ഈക്വൽ ടു x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് എക്സും വൈയും കിട്ടി അല്ല. എക്സും വൈയും ഇപ്പൊ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്ക് z1 ബൈ z2 നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് i y1 ബൈ x2 പ്ലസ് i y2 എന്ന് എഴുതാം. എന്താവും? നമ്മളിപ്പോ കണ്ടുപിടിച്ച എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എഴുതാം അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടിയത്? x1 x2 പ്ലസ് y1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ പ്ലസ് i ഇൻറ്റു x2 y1 മൈനസ് x1 y2 ഡിവൈഡഡ് ബൈ x2 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ. ഇതാണ് z1 ബൈ z2 ആയിട്ട് കിട്ടുക.